നമസ്കാരം. 2020 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ഫ്രാൻസിലെ മെഴ്സിലിസിന് സമീപമുള്ള മസാൻ ടൗണിലെ തെക്കൻ ഭാഗത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പ്. സാധനങ്ങൾ വാങ്ങാനായി അനവധി ആളുകൾ രാവിലെ ഏകദേശം ഒരു 11 മണിയോടുകൂടി കടയിലുണ്ട്. ആ കടയിൽ ആളുകൾ വരുന്നു, സാധനം വാങ്ങുന്നു. ആ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കടയിൽ സെക്യൂരിറ്റി ഗാർഡുകളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ തികച്ചും അസാധാരണമായ ഒരു രംഗം കണ്ടു. ഏകദേശം ഒരു 10-70 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ സ്ത്രീകളുടെ ഇടയിൽ കൂടി ഒന്ന് നടക്കുന്നതാണ് അയാൾ കണ്ടത്. അങ്ങനെ സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂടെ നടക്കുന്നത് അസാധാരണമായ ഒന്നും അല്ലെങ്കിലും സ്ത്രീകളുടെ കൂട്ടത്തിലൂടെ നടക്കുന്ന അയാൾ സാവധാനം ആളൊഴിഞ്ഞ ഒരു റാക്കിനിടയിൽ വന്നപ്പോൾ അവിടെ സാധനങ്ങൾ എടുക്കുകയായിരുന്ന ഒരു സ്ത്രീയുടെ പുറകിലെത്തുന്നത് ആ ഗാർഡ് കണ്ടു. സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ ഒട്ടി നിൽക്കുന്ന ആ പ്രായമുള്ള ആളെ ലേശ കൗതുകത്തോടെ ആ ഗാർഡ് നോക്കുമ്പോൾ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച അയാൾ കാണുകയാണ്. ആ പ്രായമുള്ള മനുഷ്യൻ ആ സ്ത്രീയുടെ സ്കർട്ട് പിടിച്ച് പൊക്കുന്നതാണ് അയാൾ കണ്ടത്. ആ കാഴ്ച കണ്ട ആ ഗാർഡ് ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നത്. തനിക്ക് തോന്നിയതായിരിക്കുമെന്നാണ് ഗാർഡിന് ആദ്യം തോന്നിയത്. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീയുടെ സ്കർട്ടും അതുപോലെ ആ മനുഷ്യൻ പിടിച്ചു പൊക്കുന്നത് ഗാർഡ് കണ്ടു. ഗാർഡ് ഓടി ആ പ്രായമുള്ള മനുഷ്യന്റെ അടുത്തെത്തി അയാളുടെ കൈ കയറി പിടിച്ചു. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? പെട്ടെന്ന് ഒരു ഗാർഡ് വന്ന് അയാളുടെ കൈ പിടിച്ചപ്പോൾ ആ മനുഷ്യൻ ഒന്ന് കുതറി. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആ പ്രായമുള്ള മനുഷ്യൻ ഗാർഡിനോട് ഒന്ന് ചൂടായി. പക്ഷെ ഗാർഡ് അയാളുടെ കൈ പിടിച്ച് സംസാരിക്കുന്നത് മറ്റ് ഗാർഡുകളുടെ ശ്രദ്ധയപ്പെട്ടതും അവരും കൂടി കൂടെ എത്തി. വന്ന ആളുകളോടായി ആ ഗാർഡ് പറഞ്ഞു, ഇയാൾ കുറെ നേരമായി ഈ സ്ത്രീകളുടെ അടുത്തൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം മുതൽ ഇയാളെ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ ഇയാള് ആ സ്ത്രീകളുടെ സ്കർട്ട് പിടിച്ച് പൊക്കുന്നത് ഞാൻ കണ്ടു. സ്ത്രീകളുടെ സ്കർട്ട് പിടിച്ചു പൊക്കുന്നത് ഗാർഡ് കണ്ടു എന്ന് കേട്ടപ്പോൾ ആ സ്ത്രീകൾ ശരിക്കും ഞെട്ടി. അവര് യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ റാക്കിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുന്നിടയിൽ പുറകിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ അത് ശ്രദ്ധിക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ പുറകിൽ നടന്ന കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് സത്യവുമാണ്. എന്തായാലും ആ പ്രായമുള്ള മനുഷ്യനെ കൗണ്ടറിലേക്ക് കൊണ്ടുവന്നു. ഈ സമയത്ത് വിവരമറിഞ്ഞ് പോലീസും അവിടെ എത്തി. പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അയാളുടെ പേര് പോലീസ് അറിയുന്നത്. അയാളുടെ പേര് ഡൊമിനിക് പെലിക്കോട്ട് എന്നാണ്. അയാളെ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പോലീസിന് അയാളുടെ മൊബൈൽ ഫോൺ കൈ കിട്ടി. ആ മൊബൈൽ ഫോൺ വെറുതെ കൗതുകത്തിന് വേണ്ടിയാണ് പോലീസ് ഒന്ന് വെരിഫൈ ചെയ്ത് തുടങ്ങി. ആ മൊബൈൽ ഫോണിലൂടെ കടന്നുപോയ പോലീസ് സേനാംഗം അതിനകത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പോഴാണ്. ആ ഗ്രോസറി ഷോപ്പിലുള്ള സ്ത്രീകളുടെ ആരുടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഫോട്ടോ ഇയാൾ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തത്. ആ ഫോൺ ചെക്ക് ചെയ്ത പോലീസുകാരൻ ശരിക്കും ഞെട്ടിപ്പോയെന്ന് പറയാം. അതിനകത്തുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ കണ്ട അയാൾ ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ആ സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉടൻ സ്ഥലത്തെത്തി മൊബൈലിലെ ഫോട്ടോസും വീഡിയോസും ഒന്ന് പരിശോധിച്ചു. വീഡിയോകളും ഫോട്ടോകളും പരിശോധിക്കുന്ന പോലീസുകാരുടെ മുഖം വിവരണമായി വരികയാണ്. ഈ സമയത്ത് വിവരം ഡൊമിനിക്കിന്റെ വീട്ടിലറിഞ്ഞു. വിവരം അറിഞ്ഞതും ഡൊമിനിക്കിന്റെ ഭാര്യ സ്ഥലത്തെത്തി. തന്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്ന വിവരം അറിഞ്ഞാണ് ഗിസേൽ പെലിക്കോട്ട് സ്റ്റേഷനിലെത്തുന്നത്. ഗിസേൽ വന്നോട് തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് അവരുടെ ഭർത്താവിന്റെ നിരപരാധിത്വം പറയുകയും ചെയ്തു. അവരുടെ ഭർത്താവ് തികച്ചും നിരപരാധിയാണെന്നും ശരിക്കും മാന്യനാണെന്നും ഗിസലെ പോലീസിനോട് പറഞ്ഞു. ഗിസലെ പെലിക്കോട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന നിമിഷത്തിൽ തന്നെ അതിനകത്തുണ്ടായിരുന്ന പോലീസുകാരൊക്കെ ഒന്ന് ഞെട്ടിയിരുന്നു. ശരിക്കും ഒരു അമ്പരപ്പ് പോലീസുകാരുടെ മുഖത്തുണ്ട്. ആ സമയത്താണ് ഗിസലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുന്നിലെത്തുന്നതും അവരുടെ ഭർത്താവ് നിരപരാധിയാണെന്ന് പറഞ്ഞു തുടങ്ങുന്നതും. ഗിസലെ സംസാരിക്കുന്നത് കേട്ടിരിക്കുകയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമാണ്. എന്താണ് ആ ഭാവമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിലാണ് അയാളുടെ മുഖം. അയാൾ അമ്പരപ്പോടെ ഗിസലെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഗിസലെ അവരുടെ ഭർത്താവിനെ ന്യായീകരിച്ചുകൊണ്ട് പോലീസിനോട് സംസാരിക്കുകയാണ്. അവരുടെ ജാമ്യത്തിൽ അവരുടെ ഹസ്ബൻഡിനെ വിടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഗിസലെ പറഞ്ഞു നിർത്തിയതും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഗിസലയോട് പറഞ്ഞു, മാഡം പ്ലീസ് ഈ വീഡിയോ ഒന്ന് കാണാവൂ. അങ്ങനെ ആ ഹൗസ് ഓഫീസർ പറഞ്ഞതും ഹൗസ് ഓഫീസർ മൊബൈലിലുള്ള വീഡിയോ ഗിസലെ കാണിച്ചു. ആ വീഡിയോയിലേക്ക് നോക്കി ഗിസലെ അവർ പോലും അറിയാതെ ആ ഡെസ്കിൽ നിന്ന് പിടിച്ചു പോവുകയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുന്നിലെ ആ ടേബിളിലേക്ക് പിടിച്ച് ഗിസലെ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. ശരിക്കും അവർ വിറയ്ക്കുന്നുണ്ട്. ഗിസലെ പെലിക്കോട്ടിന്റെ റിയാക്ഷൻ എന്താകുമെന്ന് അറിയാനായി അവരുടെ തൊട്ടു പുറകിൽ തന്നെ നിൽക്കുന്ന പോലീസുകാർ പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചു.
ശരിക്കും അവർ വിറയ്ക്കുന്നുണ്ട്. അവരെ ഒരു പരുവത്തിൽ ആ കസേരയിലേക്ക് അവരിരുത്തി. ഗിസലെ പെലിക്കോട്ട് ഞെട്ടലോടുകൂടി വീണ്ടും ആ വീഡിയോയിലേക്ക് നോക്കി. അവർ കാണുന്നത് അവരെ തന്നെയാണ്. അവരുടെ നഗ്ന ബോഡിയാണ് അവർ അതിനകത്ത് കാണുന്നത്. ആ നഗ്ന ബോഡി അവർ കാണുന്നത് മാത്രമല്ല, അവരെ ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിക്കുന്നതാണ് അവർ കാണുന്നത്. ശരിക്കും ഒരു സെക്ഷൽ രംഗമാണ് അവർ കാണുന്നത്. ഇതപ്പോ സംഭവിച്ചത് അതാണ് ഗിസ്ലിക്ക് മനസ്സിലാവാത്തത്. ഗിസ്ലി വ്യക്തമായി ആ കാഴ്ച കാണുകയാണ്. അവരെ തന്നെയാണ് കാണുന്നത്. മുഖമൊന്നും മാത്രമല്ല, ബോഡി മുഴുവൻ അവരുടെ തന്നെയാണ്. ശരിക്കും അമ്പരപ്പോടെ ഗിസ്ലെ പെലിക്കോട്ട് ആ വീഡിയോയിലേക്ക് നോക്കുന്ന കണ്ടതും ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടുത്തൊരു വീഡിയോ അവരെ കാണിച്ചു. ഈ സമയത്തും അവരെ അടുത്ത് ഒരാളുണ്ട്. ഗിസ്ലെ പെലിക്കോട്ട് തുണിയില്ലാതെ ഒരു ബെഡിൽ കിടക്കുകയാണ്. ആ ബെഡും പരിസരവും അവർക്ക് അറിയാം. അവരുടെ തന്നെ വീട്ടിലെ ബെഡാണ്. ഇപ്പോ അവർ കണ്ട ആ ചെറുപ്പക്കാരനെ അവർക്ക് അറിയുകയും ചെയ്യാം. ഇവരെ എനിക്കറിയാം, പെട്ടെന്ന് ഗിസ്ലി പറയുകയും ചെയ്തു. ഗിസ്ലിക്ക് പരിചയമുള്ള ഒരാള് ഗിസ്ലിയെ സെക്ഷുവലായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഗിസ്ലി കാണുന്നത്. ഗിസ്ലി അമ്പരപ്പോടെ ആ വീഡിയോയിലേക്ക് നോക്കിയതും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പെട്ടെന്ന് ആ വീഡിയോ മാറ്റി അടുത്ത വീഡിയോ കാണിച്ചു. ഗിസ്ലിക്ക് പരിചയമില്ലാത്ത വേറൊരാളും ഗിസ്ലിയും, അതാണ് ആ വീഡിയോയിലുള്ളത്. തുടർച്ചയായിട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ 5-6 വീഡിയോ കാണിച്ചതും ഗിസ്ലെ എന്തു പറയണമെന്നറിയാതെ തലയിൽ കൈവച്ച് അങ്ങനെ ഇരുന്നു പോവുകയാണ്. അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു. കൃത്രിമ ബുദ്ധിയുടെയൊക്കെ കാലഘട്ടമായതുകൊണ്ട് ഡീപ് ഫേക്ക് മെത്തഡ് വല്ല ഉപയോഗിച്ച് അവരുടെ വീഡിയോസ് തയ്യാറാക്കിയതാണോ? ആ ഒരു ചിന്തയാണ് ആദ്യം അവരുടെ മനസ്സിലേക്ക് വന്നത്. ചെറുമക്കളും മക്കളും ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നത് അവർ കേട്ടിട്ടുണ്ട്. ഇനി അതുവല്ല ആണോ? അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ചോദ്യം അവരുടെ മനസ്സിൽ അറിയാതെ പൊന്തി വന്നത്. സാർ, ഇത് ആരുടെ മൊബൈലാണ്? ആ മൊബൈൽ ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ആണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത് പറഞ്ഞപ്പോഴാണ് അവർ ആ മൊബൈലിലോട്ട് സൂക്ഷിച്ചു നോക്കുന്നത്. അവർക്ക് നല്ല പരിചയമുള്ള അവരുടെ ഹസ്ബൻഡിന്റെ മൊബൈൽ തന്നെയാണ് അവർ നോക്കുന്നത്. വന്ന നിമിഷം മുതൽ വീഡിയോയിലായി പോയി അവരുടെ ശ്രദ്ധ. അവരുടെ ഹസ്ബൻഡിന്റെ മൊബൈലിൽ അവരും അന്യ പുരുഷന്മാരും തമ്മിലുള്ള രംഗം ഉണ്ടെന്ന് കണ്ടപ്പോ അമ്പരപ്പോടെ അവർ അവിടെ കുറച്ച് മാറി ഒരു കസേരയിലിരിക്കുന്ന അവരുടെ ഹസ്ബൻഡിന് നേരെ തിരിഞ്ഞു. അവരുടെ ഹസ്ബൻഡിന്റെ തൊട്ടടുത്ത് 2 പോലീസുകാരുണ്ട്. ആ പോലീസുകാരുടെ ഇടയിൽ ഇരിക്കുകയാണ് സാക്ഷാൽ ഡൊമിനിക് പെലിക്കോട്ട്. ഡൊമിനിക് പെലിക്കോട്ടിനെ കണ്ടതും ഗിസ്ലെ പെലിക്കോട്ട് ചാടി എണീറ്റു. അവർ ഓടി ഡൊമിനിക്കിന്റെ അടുത്തേക്ക് വന്നു. ശരിക്കും അവരെ ഡൊമിനിക്കിനെ തല്ലാൻ പോവുകയാണെന്നൊരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അടുത്തേക്ക് ഓടി വന്ന ഗിസ്ലി ഡൊമിനിക്കിനോട് ചോദിക്കുകയാണ്, ഡൊമിനിക് എന്താ ഇത്? ഡൊമിനിക്ക് ഒന്നും മിണ്ടിയില്ല. ഡൊമിനിക്ക് ഒന്നും മിണ്ടാതെ വന്നതും ഗിസ്ലിക്ക് എന്തോ കൺഫ്യൂഷൻ തോന്നി. ഡൊമിനിക്, നീ അവർക്ക് വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. 19ാമത്തെ വയസ്സിലാണ് ഡൊമിനിക്കും ഗിസ്ലിയും പരസ്പരം കാണുന്നത്. 2 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 21ാമത്തെ വയസ്സിലാണ് അവർ വിവാഹം കഴിക്കുന്നത്. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അവർ രണ്ടുപേരും മസാൻ ദേശത്തിന്റെ തെക്ക് ഭാഗത്ത് താമസമാക്കുന്നത്. ഇതിനിടയിൽ 50 കൊല്ലമാണ് കടന്നുപോയത്. 50 കൊല്ലത്തെ ദാമ്പത്യത്തിന് ഒടുവിൽ ഇപ്പോ ഇതാ പോലീസ് സ്റ്റേഷനിൽ തികച്ചും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ അവർ അവരുടെ ഹസ്ബൻഡിന്റെ മൊബൈലിനകത്ത് നിന്ന് കാണുകയാണ്. ഈ സമയമായപ്പോ ഹയർ അതോറിറ്റിയിൽ പലരും വിവരങ്ങൾ അറിഞ്ഞു. അവരിൽ പലരും സ്റ്റേഷനിലെത്തി. അടുത്ത നിമിഷത്തിൽ സ്റ്റേഷനിൽ നിന്ന് ഡൊമിനിക് പെലിക്കോട്ടിനെയും കൊണ്ട് പോലീസ് സംഘം ഡൊമിനിക്കിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ അവർ ഡൊമിനിക്കിന്റെ വീടും പരിസരവും പരിശോധിക്കുന്ന കൂട്ടത്തിൽ അയാളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറും പരിശോധനയ്ക്ക് വിധേയമാക്കി. പേഴ്സണൽ കമ്പ്യൂട്ടർ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അന്വേഷണ സംഘം തികച്ചും നിശ്ചലരായി പോകുന്ന രംഗങ്ങളാണ് ആ കമ്പ്യൂട്ടറിനകത്ത് നിന്ന് അവർക്ക് കിട്ടിയത്. ആ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡറിന്റെ പേര് അബ്യൂസ് എന്നാണ്. അബ്യൂസ് എന്ന ഹെഡിങ് ഉള്ള ആ ഫോൾഡറിനകത്ത് വീഡിയോകളുടെ വൻ ശേഖരമാണ് ഉള്ളത്. വീഡിയോകൾ മാത്രമല്ല, ചിത്രങ്ങളുമുണ്ട്. പോലീസ് ആ കമ്പ്യൂട്ടർ അവിടെ നിന്ന് സീസ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വിവരം ഈ സമയം കൊണ്ട് ഡൊമിനിക്കിന്റെയും ഗിസലിന്റെയും മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഡൊമിനിക് പെലിക്കോട്ട് ആ മസാൻ ദേശത്ത്, പ്രത്യേകിച്ച് ആ സദേൻ ദേശത്ത് അല്പം നിലയും വിലയുമുള്ള ആളാണ്. അയാളെക്കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. മക്കളും ചെറുമക്കളുമായിട്ട് സുഖമായി താമസിക്കുന്ന ആ പെലിക്കോട്ട് ദമ്പതികൾ എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റുന്ന ദമ്പതികളാണ്. ആ ദമ്പതികളാണ് ഇപ്പോൾ ഇതാ സ്റ്റേഷനിലുള്ളത്. സാക്ഷാൽ ഗിസ്ലെ പെലിക്കോട്ടിന്റെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും അവരുടെ ഹസ്ബൻഡിന്റെ മൊബൈലിനകത്ത് നിന്ന് പോലീസ് പിടികൂടി എന്ന് പറയുമ്പോൾ അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. പക്ഷെ ആ വീഡിയോയിൽ വേറെ ആളുകളാണ് ഉള്ളതെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും അതൊരു വാർത്തയാവുകയാണ്. പെട്ടെന്നാണ് പോലീസ് ആ ചിത്രങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചു തുടങ്ങിയത്. ആ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലെയും കടന്നുപോയ പോലീസ് സംഘം ഞെട്ടിപ്പിക്കുന്ന
വീഡിയോസാണ് കണ്ടെത്തുന്നത്. ഏകദേശം 20,000-ഓളം വീഡിയോകളുണ്ട്. 20,000-ഓളം വീഡിയോകൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ വീഡിയോകളിൽ ചിലതിലൊക്കെ ഗിസ്ലി അല്ല ഉള്ളത്. സുന്ദരികളായ ചെറുപ്പക്കാരികളുടെ വീഡിയോകളും ഉണ്ട്. പക്ഷെ ആ വീഡിയോകളിൽ മറ്റു പുരുഷന്മാരില്ല. ആ സ്ത്രീകളെ നഗ്നരാക്കി എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ കണ്ട ഗിസ്ലി ശരിക്കും വാ തുറന്ന് കരഞ്ഞു പോയെന്ന് പറയാം. അത് അവരുടെ മകളും മരുമകളും ഒക്കെയാണ്. മകളുടെയും മരുമകളുടെയും വരെ നഗ്ന വീഡിയോ അവരുടെ ഭർത്താവ് എടുത്തിരിക്കുകയാണ്. ഇതെപ്പോ എങ്ങനെ ഡൊമിനിക് ശേഖരിച്ചു എന്നുള്ള കാര്യമാണ് അവർക്ക് മനസ്സിലാക്കാത്തത്. പോലീസും ആ നിമിഷം മുതൽ അന്വേഷണം ആരംഭിച്ചതും ആ മേഖലയിലേക്കാണ്. 20,000-ഓളം വീഡിയോകളിലാണ് ഗിസ്ലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഗിസ്ലയ്ക്കൊപ്പമുള്ള ആളുകളുടെ എണ്ണം 300-ലധികമാണ്. 26 വയസ്സ് മുതൽ ഏകദേശം 70 വയസ്സ് വരെയുള്ള ആളുകൾ ഗിസ്ലയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഗിസ്ലയോട് പോലീസ് പതുക്കെ കാര്യങ്ങൾ തിരക്കി തുടങ്ങിയാണ്. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഗിസ്ലയ്ക്ക് ഈ ആളുകളെ ആരെ അറിയില്ല. അതിനകത്ത് ഒരാളെ മാത്രമാണ് ഗിസ്ല ഏതാണ്ട് തിരിച്ചറിഞ്ഞത്. അയാളെ ഇതിനു മുമ്പ് ഗിസ്ലെ കണ്ടിട്ടുണ്ട്. പതുക്കെ അന്വേഷണം ആ ആളുകളിലേക്കും എന്താണ് സംഭവിച്ചതിലേക്കും എന്നെത്തുമ്പോൾ ഗിസ്ലെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഏകദേശം 2011 അടുപ്പിച്ചാണ് മസാൻ ഡിസ്ട്രിക്റ്റിന്റെ സൗത്ത് മേഖലയിൽ ഗിസ്ലയും ഡൊമിനിക്കും താമസമാക്കുന്നത്. സൗത്ത് മസാനിൽ താമസമാക്കിയ ഗിസ്ലയ്ക്ക് ഏകദേശം 2011 മധ്യം മുതൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്ന കാര്യം ഗിസ്ലയ്ക്ക് ഓർമ്മയുണ്ട്. അവർക്ക് ഒരു ഓർമ്മക്കുറവാണ് അനുഭവപ്പെട്ടിരുന്നത്. അൾഷിമേഴ്സിന്റെ ലക്ഷണമാണ് അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവരുടെ ഹസ്ബൻഡ് ഡൊമിനിക് ഗിസ്ലയെ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ആ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് ഗിസ്ലെ സ്ഥിരമായി കഴിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും ഗാഢമായി ഉറങ്ങിപ്പോകുന്നതായി ഗിസ്ലയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഗിസ്ലെ ആ ഡോക്ടറുടെ ചികിത്സയിലാണ്. നിരന്തരമായി ഗിസ്ലെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിനിടയിൽ അനവധി തവണ അവർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു. അവരുടെ ബോഡിയിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കണ്ടതുകൊണ്ടാണ് അവര് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ഇടവന്നത്. ശരീരത്തിൽ വല്ലാത്ത ചൊറിച്ചിലും മറ്റും അനുഭവപ്പെട്ടപ്പോൾ അവർ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതാണ്. അവരുടെ ശരീരത്തിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടെന്ന് ഗൈനക്കോളജിസ്റ്റാണ് അവരോട് പറഞ്ഞത്. എങ്ങനെ ആ അസുഖങ്ങൾ അവർക്ക് വന്നു എന്നതിനെ കുറിച്ച് അവർക്കൊരു പിടിയില്ല. ഏതെങ്കിലും മരുന്നിന്റെ റിയാക്ഷൻ ആയിരിക്കും എന്നാണ് ഡൊമിനിക് ആ സമയത്ത് വിവരം അറിഞ്ഞപ്പോൾ ഗിസ്ലയോട് പറഞ്ഞിരുന്നത്. 2011 മുതൽ 2020 വരെയുള്ള ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മയക്കം തോന്നിയിരുന്ന അസുഖം ബാധിച്ചിരുന്ന ഗിസ്ലെ ദേഹത്ത് ക്ഷീണം അനുഭവപ്പെടുന്നതായി ഡൊമിനിക്കോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഗിസ്ലയുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ശേഖരിച്ച പോലീസ് അവസാനം അന്വേഷണം ഡൊമിനിക്കിലേക്ക് കേന്ദ്രീകരിച്ചു. എന്താണ് നടന്നതെന്ന് ഡൊമിനിക്ക് പറയണം. ആദ്യമൊന്നും ഡൊമിനിക് പോലീസിനോട് സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഡൊമിനിക്കിന്റെ ഭാര്യ ഗിസ്ലി പെലിക്കോട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതോടുകൂടി അയാൾ പോലീസിനോട് സഹകരിച്ചു തുടങ്ങി. പോലീസിനോട് അയാൾ പറഞ്ഞ കഥ തികച്ചും അമ്പരപ്പിക്കുന്നതാണ്. അയാൾ 2010-11 കാലഘട്ടത്തിലാണ് ഒരു വെബ്സൈറ്റുമായി പരിചയപ്പെടുന്നത്. ആ വെബ്സൈറ്റിൽ ഉള്ള ആളുകൾക്കൊക്കെ ഏതാണ്ട് ചില മാനസിക കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഭാര്യമാരെ മറ്റുള്ളവരുമായി പങ്കിടുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പിലാണ് ഇയാൾ ചെന്ന് പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. coco.gg എന്നാണ് ആ വെബ്സൈറ്റ്. കുറെ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ച ഒരു നിമിഷത്തിൽ ഡൊമിനിക് ഒരു അറിയിപ്പിട്ടു ആ ഗ്രൂപ്പിൽ. അയാളുടെ ഭാര്യ മറ്റുള്ള പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അയാളുടെ ഭാര്യയ്ക്കൊപ്പം കഴിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അയാളെ കോൺടാക്ട് ചെയ്യാം എന്നാണ് അയാൾ ആ സൈറ്റിലൂടെ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അനവധി ആളുകൾ അയാളെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്ത ആളുകളാണ് ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പലരും. അയാളുടെ വീട്ടിൽ എപ്പോഴാണ് അവർ വരേണ്ടതെന്ന് ഡൊമിനിക്ക് അവരെ അറിയിക്കും. ഡൊമിനിക്ക് പറയുന്ന ദിവസം പറയുന്ന സമയത്ത് ഡൊമിനിക്കിന്റെ വീടിനടുത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറി അവരിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഡൊമിനിക് അവരെ വിളിച്ച് പറയും. ആ സമയത്താണ് അവരവിടെ വരേണ്ടത്. വരുന്ന ആളുകൾ ചില കാര്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഒന്നാമത്തെ കാര്യം, അവരാരും സിഗരറ്റ് ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത് പെർഫ്യൂം ഉപയോഗിക്കാൻ പാടില്ല. മൂന്നാമത് മദ്യപിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഗന്ധവും അവർ വന്നു പോയതിനു ശേഷം മുറിയിൽ അവശേഷിക്കാൻ പാടില്ല എന്ന് ഡൊമിനിക്കിന് നിർബന്ധമുണ്ട്. അത് ഈ വരുന്ന ആൾക്കാർക്കും അറിയാം. പെർഫ്യൂം ഉപയോഗിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, മദ്യപിക്കാത്ത ആളുകൾ ഡൊമിനിക്കിന്റെ വീട്ടിലെത്തിയാൽ നേരെ ചെല്ലേണ്ടത് അടുക്കളയിലാണ്. അടുക്കളയിൽ വെച്ച് അവർ ഡ്രസ്സെല്ലാം അഴിക്കണം. നഗ്നരായതിനു ശേഷം അവർ ഡൊമിനിക്കിന്റെ ബെഡ്റൂമിലേക്ക് ചെല്ലണം. അവിടെ ബെഡ്റൂമിൽ നഗ്നയായ അയാളുടെ ഭാര്യ ഗിസ്ലി പെലിക്കോട്ട് ഉണ്ടാവും. അവര് ആ കട്ടിൽ കിടക്കുകയാവും.
അവരുമായി സെക്ഷൽ ബന്ധത്തിന് ശേഷം അവർക്ക് തിരിച്ച് അടുക്കളയിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് പോവാം. അവർ ഡൊമിനിക്കിന്റെ മുറിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന രംഗങ്ങളൊക്കെ ഡൊമിനിക് മൊബൈൽ ഷൂട്ട് ചെയ്യും. എന്തിനാണ് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് പോലീസിനോട് ഡൊമിനിക് പറഞ്ഞത് 2 ഉത്തരങ്ങളാണ്. ഒന്ന്, അയാളുടെ ഭാര്യയെ മറ്റൊരാൾക്കൊപ്പം കാണാൻ അയാൾക്കൊരു ഇഷ്ടം. 2, അയാളുടെ ഭാര്യയുടെ അടുത്ത് വന്ന ആള് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അതിന് ഒരു തെളിവ് അയാൾക്ക് വേണം. ഒരു തരത്തിൽ ഭീഷണി, മറുതരത്തിൽ അസുഖം. ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് ആത്യന്തികമായി വീഡിയോ ആയി മാറിയത്. കോക്കോ ജിജി എന്ന ആ വെബ്സൈറ്റിൽ ഒരുപാട് ആളുകൾ എൻറോൾ ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ എൻറോൾ ചെയ്യപ്പെടുന്ന ആളുകളെയാണ് അയാളുടെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അയാളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2011-ലാണ്. ഏകദേശം 10 കൊല്ലത്തോളം നിരന്തരമായി അയാൾ ഈ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോ ഈ വിഷയം പുറത്തറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡൊമിനിക് പെലിക്കോട്ടിന് എതിരായി മാറിയ ആളുകളുടെ കൂട്ടത്തിൽ അയാളുടെ മകളും മരുമക്കളൊക്കെ ഉണ്ട്. ശരിക്കും ആ പെൺപിള്ള ഞെട്ടി നിൽക്കുകയാണ്. മരുമക്കൾ അച്ഛാന്ന് വിളിക്കുന്ന ആളാണ്, മറ്റത് സ്വന്തം മകളുമാണ്. അവർക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ അച്ഛൻ അവരുടെ ഈ ശൈലിയിൽ പെരുമാറിയെന്ന്. പക്ഷേ ഡൊമിനിക് ഒരു കാര്യം തീർത്തു പറയുകയാണ്, മക്കളെയോ മരുമക്കളെയോ അയാൾ ഒരിക്കലും മിസ്യൂസ് ചെയ്തിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. അവരുടെ ഡ്രസ്സ് അഴിച്ച് അയാൾ വീഡിയോ എടുത്തു എന്നുള്ളത് മാത്രമാണ് അയാൾ ഏക്കുന്ന കാര്യം. ഇപ്പൊ പക്ഷേ ഗിസ്ലിക്കും മക്കൾക്കും ഒരു സംശയം, അപ്പൂപ്പനായ അയാൾ ചെറുമക്കളെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതാണ്. ചെറുമക്കളോട് വല്ലാത്തൊരു അടുപ്പം ഇയാൾ കാണിക്കുന്നത് അവർക്കൊക്കെ അറിയാം. അപ്പൂപ്പന് ചെറുമക്കളോട് താല്പര്യം തോന്നുക, അടുപ്പം തോന്നുക സ്വാഭാവികമാണല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ അതിൽ അന്ന് അസ്വാഭാവികമായി ഒന്നും ആരും കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോ കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞു വന്നപ്പോൾ ഒരു വല്ലാത്ത ടെൻഷൻ അവർക്കൊക്കെ ഉണ്ട്. ഈ സമയത്താണ് കോടതിയിൽ കേസ് ആരംഭിക്കുന്നത്. അനവധി ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. സകല ആളുകളുടെയും വീഡിയോ ആ മൊബൈലിലും കമ്പ്യൂട്ടറിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസിന് അധികം ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഏകദേശം 300ഓളം ആളുകളെയാണ് പോലീസ് ഐഡന്റിഫൈ ചെയ്തത്. അതിൽ നിന്ന് 50 ആളുകളെ പോലീസ് കൃത്യമായി ലിസ്റ്റ് ചെയ്യുകയും അവരെ പ്രതിപ്പട്ടികയിൽ ചേർക്കുകയും ചെയ്തു. ഈ സമയത്ത് ഈ വിവരം പാരീസും ഫ്രാൻസും മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. സകല സ്ത്രീകളും രംഗത്തിറങ്ങാൻ കാരണമാകുന്ന ശൈലിയിൽ ഗിസ്ലി പെലിക്കോട്ട് ഒരു കാര്യം ഉറപ്പിച്ചു. ഗിസ്ലി പെലിക്കോട്ടിനോട് ജഡ്ജി തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞു, ഇത് ഇൻ ക്യാമറയായി ചെയ്യാം. ഈ കേസ് മാധ്യമങ്ങൾ അറിയാതെ, മറ്റാളുകൾ അറിയാതെ, ജഡ്ജിയും പ്രതിയും 2 ഭാഗത്തുമുള്ള വക്കീലും മാത്രം അറിയുന്ന ഒരു ഇൻ ക്യാമറ കേസായി കൈകാര്യം ചെയ്യാമെന്ന് ജഡ്ജി പറഞ്ഞപ്പോൾ ഗിസ്ലി പെലിക്കോട്ട് അത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇത് ഈ ഭൂമിയിൽ ഒരു സ്ത്രീ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ്. ഈ ദുരന്തം അനുഭവിക്കാൻ ഞാൻ ഇടവന്നത് എൻ്റെ ഭർത്താവ് മൂലമാണ്. അതുകൊണ്ട് തന്നെ ലോകം ഇത് അറിയണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എല്ലാവരും അറിയണം. സ്ത്രീകളെ മയക്കി കിടത്തിയിട്ട് ഭർത്താവ് എന്ത് ചെയ്താലും അറിയാതെ പോകും എന്നുള്ളതിൻ്റെ വ്യക്തമായ ലക്ഷണമാണിത്. 2011-നും 2020-നും ഇടയിൽ 20,000-ത്തിലധികം തവണ അവർ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം. അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് ആളുകൾ മുഴുവൻ കാണുകയും വിചാരണ ചെയ്യണമെന്ന് ഗിസ്ലി പെലിക്കോട്ട് പറഞ്ഞപ്പോൾ അതൊരു വലിയ വാർത്തയായി മാറി. ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്ത്രീകളാണ് തെരുവിൽ ഗിസ്ലി പെലിക്കോട്ടിന് വേണ്ടി രംഗത്തിറങ്ങിയത്. ഇപ്പോൾ വിചാരണ ആരംഭിച്ചിരിക്കുകയാണ്. ഡൊമിനിക് പെലിക്കോട്ടിന്റെ ടെസ്റ്റിമോണിയിൽ അയാൾ വ്യക്തമായും ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അയാൾ പരിചയപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് അയാളുടെ ഭാര്യയുടെ അടുത്ത് കഴിയാൻ വേണ്ടി പണം വാങ്ങിച്ചിട്ടില്ല എന്നാണ് അയാൾ പറയുന്ന കാര്യം. പണത്തിന് വേണ്ടിയല്ല ഭാര്യയെ കൂട്ടിക്കൊടുത്തു എന്നാണ് അയാൾ പറയുന്നത്. വിചാരണ തുടങ്ങുന്ന സമയത്ത് ആദ്യം രംഗത്ത് അവതരിപ്പിച്ച അക്യൂസ്ഡ് തുടക്കത്തിലെ ജഡ്ജിയോട് പറഞ്ഞു അയാൾ നിരപരാധിയാണെന്ന്. അയാൾ യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ടു എന്നാണ് അയാൾ പറഞ്ഞത്. അയാളെ ഡൊമിനിക്ക് കള്ളം പറഞ്ഞ് അയാളുടെ വീട്ടിലെത്തിച്ചു എന്നാണ് അയാളുടെ വാദം. ഡൊമിനിക്ക് അയാളുടെ പറഞ്ഞിരുന്നത് അയാളുടെ ഭാര്യ കൂടി അറിഞ്ഞുള്ള ഒരു പ്രോഗ്രാം ആണെന്നാണ്. അതുകൊണ്ടാണ് അതിൽ സഹകരിച്ചെന്നാണ് അയാൾ പറഞ്ഞത്. അത് അയാൾ പറഞ്ഞതും ജഡ്ജി ആ വീഡിയോ കോടതിയിൽ പരസ്യമായി പ്ലേ ചെയ്തു. അയാളുടെ രംഗം വരുന്ന വീഡിയോ ആണ്. ജിസ്ലിയെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ട് വന്നത്. ജിസ്ലിയെ അയാൾ ഉപദ്രവിക്കുന്നത്, ഓറൽ സെക്സിന് വിധേയമാക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ വീഡിയോയിൽ പ്രദർശിപ്പിച്ചതും അയാൾക്ക് പിന്നെ വാക്കുകളില്ലാതായി. ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ ആ നിമിഷത്തിൽ പബ്ലിക്കായി ആ വീഡിയോ പ്ലേ ചെയ്യും എന്നുള്ള ഘട്ടം വന്നതോടുകൂടി ശരിക്കും അതൊരു വലിയ വിഷയമായി മാറുകയാണ്. വൻതോതിൽ തെളിവുകളാണ് കോടതിയിൽ
പോലീസ് കൊണ്ടുവരുന്നത്. പ്രതികളുടെ കൂട്ടത്തിൽ വന്ന ഒരാളുടെ പ്രായം 74. അയാളൊരു എക്സ് ഫയർമാനാണ്, ജാക്കൂസ് എന്ന പേര്. അയാള് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന കക്ഷിയാണ്. ആ ആശയങ്ങൾക്ക് വേണ്ടി അയാൾ വെബ്സൈറ്റുകൾ പരതുമ്പോഴാണ് ഈ കോക്കോ ജിജി എന്ന വെബ്സൈറ്റിൽ അയാൾ എത്തുന്നത്. അയാൾ ഈ ഡൊമിനിക് പെലിക്കോട്ടിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അതിനകത്ത് ഇഷ്ടം തോന്നി പെലിക്കോട്ടിന്റെ വീട്ടിലെത്തിയതാണ്. അയാള് ഗിസ്ലിയുടെ മുറിയിലെത്തുമ്പോൾ ഗിസ്ലി നഗ്നയായി കിടക്കുകയാണ്. അനക്കമിതാൽ കിടക്കുന്ന ഗിസ്ലിയുടെ അടുത്ത് അയാൾ ഓറൽ സെക്സിന് ശ്രമിച്ചപ്പോൾ ഗിസ്ലി ഒന്ന് അനങ്ങി. ഗിസ്ലി അനങ്ങിയതും ഡൊമിനിക് അയാളോട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഗിസ്ലി അപരിചിതനെ ആ മുറി വെച്ച് കാണാൻ പാടില്ല എന്ന് ഡൊമിനിക്കിന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഗിസ്ലി ഒന്ന് അനങ്ങിയതും ഈ 74 വയസ്സുള്ള ആ ഫയർമാനെ ആ മുറിയിൽ നിന്ന് ഡൊമിനിക് പുറത്താക്കിയത്. ഗിസ്ലി അനങ്ങിയ നിമിഷത്തിൽ ഡൊമിനിക് അവരെ മുറിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം അവിടെ എത്തിയ പ്രതികൾ പലരും പിന്നീട് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ ഫയർമാന് പുറമെ വന്ന ആളുകളിൽ പലരും വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. പത്രത്തിൽ ഏജന്റായി വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് പത്രലേഖകർ, പത്രം വിതരണം ചെയ്യുന്ന ആളുകൾ, അതുപോലെ പ്ലംബിംഗ് പണിക്ക് പോകുന്ന ആളുകൾ എന്ന് വേണ്ട സമൂഹത്തിൽ പല തലത്തിലുമുള്ള ജോലി ചെയ്യുന്ന ആളുകളെ അയാളുടെ വീട്ടിലെത്തിക്കാൻ ഡൊമിനിക് ശ്രമിച്ചിരുന്നു. ആ ആളുകളൊക്കെ കുടുംബവുമായിട്ട് വളരെ സുഖമായി ജീവിക്കുന്ന ആളുകളാണ്. അവരെയാണ് പ്രതിപട്ടികയിൽ എത്തിച്ച് പോലീസ് കോടതിയിൽ എത്തിച്ചത്. സ്വാഭാവികമായും അവർ ഓരോരുത്തരും കോടതിയിലേക്ക് എത്തുമ്പോൾ അതൊരു വൻ വാർത്തയായി മാറുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സിനിമാ മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പീഡന പരമ്പരകൾ വരുമ്പോൾ ഇഷ്ടംപോലെ നടന്മാരെയും നടിമാരുടെയും പേരുകൾ വരുമല്ലോ. അതുപോലെ അവിടെ ആ മസാൻ ജില്ലയ്ക്ക് ചുറ്റുവട്ടത്തുള്ള അനവധി ആളുകളാണ് കോടതിയിലേക്ക് വിളിച്ചു വരുത്തപ്പെടുന്നത്. അവർ ഓരോരുത്തരും വരുമ്പോൾ അവരുടെ കഥകളും പത്രങ്ങൾ വഴി ജനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിചാരണ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കാണാനും ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. അങ്ങനെ കോടതിയിൽ പ്രതികളായി എത്തുന്ന ആളുകൾ സകലരും ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്: എന്തെങ്കിലും കാരണവശാൽ ഗിസ്ലി ഒന്ന് അനങ്ങിയാൽ ആ നിമിഷം ഡൊമിനിക് അവരെ മുറിയിൽ നിന്ന് പുറത്താക്കും. ഒരിക്കലും ഗിസ്ലി അത് അറിയാൻ പാടില്ല എന്ന് ഡൊമിനിക്കിന് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ പ്രതികൾ പറഞ്ഞപ്പോൾ ജഡ്ജി എടുത്തു ചോദിച്ചു, ഗിസ്ലിയുടെ സമ്മതമില്ലാതെയാണ് നിങ്ങൾ ഗിസ്ലിയെ തൊട്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? ജഡ്ജിയുടെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ പ്രതികൾ തലകുനിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ ദിവസവും കാണാം. പ്രതിപട്ടികയിലുള്ള ഒരു മാത്യു ജഡ്ജിയോട് പറഞ്ഞത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ ഗിസ്ലിയുടെ സമ്മതമില്ലാതെയാണ് ഗിസ്ലി റേപ്പ് ചെയ്തെന്ന കാര്യം അറിയുന്നതെന്നാണ്. ഗിസ്ലി ഈ ഒരു അവസ്ഥയിൽ ആളുകളുടെ മുഖത്ത് നോക്കാൻ മടിച്ചിട്ട് കണ്ണടച്ച് കിടക്കുകയായിരുന്നു എന്നാണ് അയാൾ യഥാർത്ഥത്തിൽ ധരിച്ചിരുന്നത്. ഗിസ്ലിയെ മയക്കി കിടത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കിയിരുന്നില്ലെന്നാണ് അയാളുടെ അഭിപ്രായം. ഒരു 26 വയസ്സുകാരൻ വളരെ രസകരമായ ഒരു മറുപടിയാണ് കോടതി പറഞ്ഞത്. ഗിസ്ലിയെ കണ്ട നിമിഷത്തിൽ ഗിസ്ലി മയങ്ങി കിടക്കുകയാണോ എന്നുള്ള കാര്യം അയാൾ ഓർത്തില്ലെന്നുള്ളതാണ്. ധൃതിയിൽ അയാൾ ഗിസ്ലിയെ കണ്ടപ്പോൾ ആ കാര്യം മറന്നുപോയെന്നാണ് കോടതിയിൽ പറഞ്ഞത്. കോടതിക്ക് ഇവരൊക്കെ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഗിസ്ലിയെ മയക്കി കിടത്തിയിരിക്കുകയാണെന്ന്. ഗിസ്ലിയും അവരും ആ മുറിയിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഡൊമിനിക്കും മുറിയിലുണ്ട്. ഡൊമിനിക് അവരെ കൂടി ചേർത്ത് ചിത്രീകരിക്കുന്ന കാര്യം അവർക്ക് അറിയുകയും ചെയ്യും. ആ 26 വയസ്സുകാരൻ പറഞ്ഞതുപോലെ മറ്റു പലരും പറഞ്ഞപ്പോൾ ജഡ്ജി അവരോട് ഒരു കാര്യം ചോദിച്ചു: നിങ്ങൾ ഗിസ്ലിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളെയും ഗിസ്ലിയും ചേർത്ത് ഡൊമിനിക് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എന്തേ അത് തടയാത്തത്? ജഡ്ജിയുടെ ആ ചോദ്യത്തിന് വളരെ വളരെ രസകരമായ ഒരു മറുപടിയാണ് ചില ആളുകൾ പറഞ്ഞത്. സ്വന്തം ഭാര്യയെ ഫ്രീ ആയിട്ട് കൂട്ടിക്കൊടുക്കുന്ന ആൾക്ക് പ്രതിഫലമായി വേണ്ടത് ആ വീഡിയോ ആണ്. ആ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നതുകൊണ്ട് മാത്രമാണ് അയാളുടെ ഭാര്യയോടൊപ്പം കഴിയാൻ അവരെ അയാൾ അനുവദിക്കുന്നത്. തെറ്റില്ലാത്ത ഒരു കാര്യമല്ലേ എന്ന് കരുതി അതുകൊണ്ട് എതിർത്തില്ലെന്നാണ് ആ പ്രതികൾ കോടതിയിൽ പറഞ്ഞത്. ഈ വിചാരണകൾ നടക്കുമ്പോൾ പല ദിവസവും ഗിസ്ലി കോടതിയിൽ വരാറുണ്ട്. മറ്റൊരു കോടതിയിൽ ഗിസ്ലിയും ഡൊമിനിക്കും തമ്മിലുള്ള ഡിവേഴ്സ് കേസ് നടക്കുകയാണ്. ഡൊമിനിക്കിൽ നിന്ന് ഡിവേഴ്സ് വാങ്ങാനായി ഗിസ്ലി ശ്രമിക്കുമ്പോൾ മക്കളും കോടതിയിൽ ഹാജരായിരുന്നു. ഗിസ്ലിയുടെ കേസ് വാദിക്കപ്പെടുന്ന അതേ കോടതിയിൽ ഹാജരായ മകൾ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവളുടെ അച്ഛനെ വിമർശിച്ചത്. അവളുടെ അമ്മയെ അനവധി ആളുകളെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അവളെയും നഗ്നയാക്കി വീഡിയോ എടുക്കാൻ അവളുടെ അച്ഛൻ ശ്രമിച്ചു എന്നുള്ളതും അക്ഷന്തിവ്യമായ തെറ്റാണ്. ഈ വിചാരണ നടക്കുന്നതിനിടയിൽ ഗിസ്ലി തന്നെ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഗിസ്ലിയെ 2010 ശേഷം ഡൊമിനിക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്: ഗിസ്ലി ഒരു ആൽക്കഹോളിക്കാണ്. ഗിസ്ലിക്ക് മദ്യമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു വിറയിൽ ഗിസ്ലിക്കുണ്ട്. അതുകൊണ്ട്
ഗിസ്ലിക്ക് പലപ്പോഴും അയാൾ മദ്യം കൊടുക്കും. മദ്യപിച്ച് കഴിയുമ്പോൾ ഗിസ്ലി ബോധം കെട്ട് പോവുകയാണ് പതിവ്. ശരിക്കും അയാളുടെ കസ്റ്റമർ എത്താറാകുന്ന സമയത്ത് അയാൾ ഗിസ്ലിക്ക് മദ്യം കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഗിസ്ലി തിരിച്ചറിയുന്നത്. വളരെ വ്യക്തമായിട്ടും ഗിസ്ലിയുടെ ബ്രെയിൻ വാഷ് ചെയ്തു എന്ന് പറയാം. നമ്മൾ ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെ കേട്ടിട്ടുള്ളേ ഉള്ളൂ, അത് അങ്ങനെ തന്നെ സംഭവിക്കായിരുന്നു ഇവിടെ. ഗിസ്ലിക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് ഗിസ്ലിയെ ഒരു ഡോക്ടറെ കാണിക്കുന്നു വ്യാജേന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ ഇന്ന് ഗുളിക വാങ്ങിച്ച് അതും കൊടുത്ത് ഒരു നിത്യ രോഗിയായി മനസ്സുകൊണ്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയായിരുന്നു ഡൊമിനിക്. ഗിസ്ലി പോലും അറിയാതെ ഡൊമിനിക്കിന്റെ ആ നാടകത്തിലെ ഒരു കഥാപാത്രമായി മാറിപ്പോവുകയായിരുന്നു. അവരറിഞ്ഞിരുന്നില്ല അവരുടെ അടുത്തേക്ക് ദിവസവും പുതിയ പുതിയ ആളുകൾ വന്നു പോകുന്നത്. എണീക്കുമ്പോൾ ബോഡിക്ക് ക്ഷീണം പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അവരുടെ അസുഖത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് അങ്ങനെ അനുഭവപ്പെടുന്നു എന്നാണ് ഡൊമിനിക് അവരോട് പറയുക. അവർ എണീക്കുമ്പോൾ അവരുടെ പുറത്ത് വസ്ത്രമെല്ലാം കൃത്യമായിട്ടുണ്ടാവും. അതൊക്കെ ഡൊമിനിക് കൃത്യമായി അണിയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവർക്ക് ആ മേഖലയിൽ ഒരു സംശയം തോന്നിയില്ല. സംശയം തോന്നേണ്ടിരുന്നത് ഒരു പ്രത്യേക സമയത്താണ്. അവർക്ക് ആ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അനുഭവപ്പെട്ടപ്പോൾ അവർക്ക് സംശയം തോന്നേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ അവർക്കത് തോന്നിയില്ല. അവരെ വളരെ വിജയകരമായി ഡൊമിനിക്ക് അവിടെയും പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ് സത്യം. ഡൊമിനിക് തന്റെ ക്ലയൻസിനോട് വളരെ വ്യക്തമായി ആ കാര്യം ആവശ്യപ്പെടാറുണ്ട്. വരുമ്പോൾ കോണ്ടം കൊണ്ടുവന്നിരിക്കണമെന്ന്. കോണ്ടം കൊണ്ടുവരണമെന്ന് ഡൊമിനിക് ആവശ്യപ്പെടുമ്പോൾ ചിലർ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്ന ആളുകളെടുത്ത് അവസാനം ഡൊമിനിക് അങ്ങ് വഴങ്ങിപ്പോയതാണ്. അങ്ങനെയാണ് ഡൊമിനിക്കിന്റെ ഭാര്യയ്ക്ക് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അത് ഡൊമിനിക്കിന് അയാളുടെ ഭാര്യ അടുത്തുനിന്ന് വിജയകരമായി മറച്ചു വയ്ക്കാൻ പറ്റി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡൊമിനിക് പെലിക്കോട്ട് ചെയ്ത കാര്യം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയോടോ മകളോടോ മരുമകളോടോ എന്നുവേണ്ട ആരോടും ചെയ്യാൻ പാടില്ലാത്തതാണ്. തുടർച്ചയായി 10 വർഷം 300-ലധികം ആളുകളെ ഉപയോഗിച്ച് 20,000-ൽ പരം തവണ റേപ്പ് ചെയ്യുക കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ 2,000-ലധികം ആളുകളാണ് ഗിസ്ലിയുടെ അടുത്ത് വന്നു പോയത്. അവിടെ എല്ലാവരുടെയും ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് പറ്റാത്തതുകൊണ്ടാണ് പോലീസ് 300 എന്ന നമ്പറിൽ എത്തിയിരിക്കുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ആളുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് പറ്റിയേക്കും. എന്തായാലും പാരീസിനെയും ഫ്രാൻസിനെയും ആകെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ് ഈ സംഭവം. സകല ഫെമിനിസ്റ്റുകളും ഇപ്പോൾ റോഡിലുണ്ട്. എല്ലാ ആളുകളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഈ സംഭവം അറിഞ്ഞപ്പോൾ. ഒരാൾ സ്വന്തം ഭാര്യയെ ഈ ശൈലിയിൽ ദുരുപയോഗം ചെയ്യുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവുമോ? നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്ത പലതുമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയും മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കാനാണ്. മനുഷ്യർക്ക് ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ ഡൊമിനിക് പെലിക്കോട്ടിന്റെ പോലുള്ള രൂപം എടുക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുവരെ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റ് ചെയ്യുക. താങ്ക് യു.